ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ആണ്. ബേസിക് ടൈപ്സ് ഓഫ് പോർട്ട്ഫോളിയോസ് ഏതെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ നമ്മൾ പറഞ്ഞത് ഉൾപ്പെടുന്നത് ഒന്ന് പേഷ്യൻ്റ് പോർട്ട്ഫോളിയോ, അതായത് നല്ല ക്ലാസിക് ഗ്രോത്ത് കമ്പനീസിൻ്റെ ഷെയർസ് ഉൾപ്പെടുന്നത്. പിന്നെ അഗ്രസീവ് പോർട്ട്ഫോളിയോ, അത് നല്ല റിസ്ക്കുള്ള കമ്പനികൾ, റിസ്ക് ഉള്ളതാണ് പക്ഷേ നല്ല റിട്ടേണും കിട്ടുന്ന തരത്തിലുള്ള കമ്പനികൾ. പിന്നെ ഉള്ളത് കൺസർവേറ്റീവ്, റിസ്ക് കുറച്ചെടുക്കാൻ താല്പര്യമുള്ള റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോ. എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എ പോർട്ട്ഫോളിയോ വിച്ച് ഡോമിനേറ്റ് അതർ പോർട്ട്ഫോളിയോസ് ഐദർ ഇൻ ടേംസ് ഓഫ് ഹയർ റിട്ടേൺ ഓർ ലോവർ റിസ്ക്. ഹയർ റിട്ടേൺ ഓർ ലോവർ റിസ്ക്, കൂടുതൽ റിട്ടേൺ വഴിയോ അല്ലെങ്കിൽ കുറഞ്ഞ റിസ്ക് കൊണ്ടോ മറ്റുള്ളവയെ വെച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷെയറുകൾ, പോർട്ട്ഫോളിയോകൾ, അങ്ങനത്തെ ഷെയറുകൾ ഉൾപ്പെടുന്നതാണ് എഫിഷ്യൻ്റ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പിന്നെയുള്ളത് മോഡറേറ്റ്ലി അഗ്രസീവ്, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മീഡിയം ലെവൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനത്തെ 5 തരത്തിലുള്ള പോർട്ട്ഫോളിയോസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പറയുന്നത്? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആണ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് the various steps involved in the creation and maintenance of a portfolio is termed as portfolio management. Portfolio management എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ. ഓക്കെ, that is, it include all the steps included in the creation and maintenance of a good portfolio. ഒരു നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റെപ്പുകളും ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മാനേജിങ് എ പോർട്ട്ഫോളിയോ ഓർ ഓൾ ദ സ്റ്റെപ്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ പോർട്ട്ഫോളിയോ, അതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ലെറ്റ് us see what are the objectives of portfolio management. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാകാം? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് പലതരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടാകും. ഒരു പോർട്ട്ഫോളിയോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ ക്രിയേഷൻ ഓഫ് എ പോർട്ട്ഫോളിയോ, അതാണ് ശരിക്കും നമ്മളിവിടെ ഒബ്ജക്റ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, പലതാവാം. അതിലൊന്ന് സ്റ്റേബിൾ കറണ്ട് റിട്ടേൺ. സ്റ്റേബിൾ കറണ്ട് റിട്ടേൺ, അതായത് പല ഒബ്ജക്റ്റീവുകളിൽ of the main objectives of portfolio management is to make sure that a stable current return is provided by that particular fund. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കറണ്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് എന്നുള്ള രൂപത്തിലാവാം. ഷെയറുകളാണെങ്കിൽ ഡിവിഡൻഡ്. മറ്റത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഡിവിഡൻഡിലൂടെ കിട്ടണമെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കറണ്ട് ഇൻകം എന്നേ പറയാൻ പറ്റൂ.
സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കറണ്ട് ഇൻകം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ പറഞ്ഞ ബോണ്ടുകളിലും ഡിബഞ്ചേഴ്സിലൊക്കെ നിക്ഷേപിക്കുന്നത് വഴിയേ കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കറണ്ട് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിരിക്കും എന്നുള്ളതാണ്. സേഫ്റ്റി അത് നമ്മൾ അടുത്ത പോയിന്റിൽ നമ്മൾ പറയുന്നുണ്ട്. അടുത്തല്ല, ഏറ്റവും അവസാനത്തെ ഒരു പോയിൻ്റായിട്ട് നമ്മളത് പറയുന്നുണ്ട്. സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സേഫ്റ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ വൺസ് സേഫ്റ്റി ഈസ് അഷ്വേർഡ്, അതിൽ നിന്നും, അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്നും ഒരു റിട്ടേൺ നമുക്ക് എല്ലായ്പ്പോഴും റെഗുലറായിട്ട് കിട്ടണം. ഇപ്പോൾ ഡിവിഡൻഡായിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കറണ്ട് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണോ അത്തരം റിട്ടേണുകളോ വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ഷുഡ് ബി എ സ്റ്റേബിൾ റിട്ടേൺ. ഓക്കെ, അപ്പോൾ ആ സ്റ്റേബിൾ റിട്ടേൺ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഈ ഫണ്ട് വേറെ ബാങ്കിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇട്ടാൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടുമാവുമോ മിനിമം ആ റിട്ടേൺ എങ്കിലും നമുക്ക് അഷ്വർ ചെയ്യണം. ഓക്കെ, ഐദർ ദറ്റ് മീൻസ് ഏറ്റവും ചുരുങ്ങി പറഞ്ഞാൽ അത് ഇറ്റ് ഷുഡ് ബീറ്റ് ദ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൈസ ഏറ്റവും ചുരുങ്ങിയത് അവിടെ കിട്ടണം. അതാണ് ഇവിടെ ഒരു സ്റ്റേബിൾ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ഇൻകം എന്ന് പറയുന്നത് എന്തൊക്കെയാവാമെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് മേ ബി ബൈ ദ വേ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ്. ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിബഞ്ചറുകളിൽ, ഡിവിഡൻഡ് ഇക്വിറ്റികളിൽ. സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടണമെങ്കിൽ അത് ഇൻട്രസ്റ്റ് വഴി മാത്രമേ കിട്ടുള്ളൂ. കാരണം റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് നോട്ട് ഫിക്സഡ് ഇൻ ടേംസ് ഓഫ് ഡിവിഡൻഡ്. ഷെയറിൻ്റെ കേസിൽ റിട്ടേൺ ഫിക്സഡ് അല്ല. അതേസമയം ഡിബഞ്ചറിൻ്റെ കേസിൽ റിട്ടേണുകളൊക്കെ ഫിക്സ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മളവിടെ ശ്രദ്ധിക്കാനുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള കറണ്ട് റിട്ടേൺ, ദാറ്റ് മേ ബി ദ ഒബ്ജക്റ്റീവ്. ഒന്നാമത്തെ ലക്ഷ്യം ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ. അത് എത്ര നല്ല പോർട്ട്ഫോളിയോ, നോർമലി ഒരു പോർട്ട്ഫോളിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലത്തെ ഒരു പോർട്ട്ഫോളിയോ, ഒരു മോഡറേറ്റ്ലി അഗ്രസീവ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു റിട്ടേൺ, ഒരു കറക്റ്റ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ കറണ്ട് ഇൻകം ആയിട്ട് കിട്ടണം, നോട്ട് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ദെൻ അനദർ ഒബ്ജക്റ്റീവ് ഇസ് മാർക്കറ്റബിലിറ്റി. Marketability means it should be capable of being marketed easily without loss of time and money. സമയമോ പൈസയോ നഷ്ടം കൂടാതെ പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ in order to provide marketability, the securities should be, make sure that the securities are listed in the stock exchange and there should be active shares also. ഇനാക്റ്റീവ് ആണെങ്കിൽ അതിന് മാർക്കറ്റബിലിറ്റി ഉണ്ടാവില്ല. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ എന്തുണ്ടാവില്ല, റിട്ടേൺ ഒന്നും, അല്ലെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് ആർക്കും അതിലൊരു ആ ഷെയറുകൾക്ക് ഒരു ഡിമാൻഡും ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഷെയറുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇനാക്റ്റീവ് ആയിട്ടുള്ളത്, അപ്പോൾ ലിസ്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാർക്കറ്റബിലിറ്റി ഉണ്ടാകണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വാട്ട് യു മീൻ ബൈ ലിസ്റ്റിംഗ്? ലിസ്റ്റിംഗ് മീൻസ് എൻ്ററിങ് the company's name in the stock register maintained by the stock exchange. എന്ന് വെച്ചാൽ it's a kind of permission that is given, it's a kind of license that is given to the companies to trade their shares in that particular exchange. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ച് it doesn't mean that it is they are active, maybe inactive also, inactive ആകാം. ഇനി അൺലിസ്റ്റഡ് ആണ് എങ്കിൽ പിന്നെ തീരെ മാർക്കറ്റബിലിറ്റി ഇല്ല. ലിസ്റ്റ് ചെയ്തത് തന്നെ മാർക്കറ്റബിലിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനാക്റ്റീവ് ആണെങ്കിൽ മാർക്കറ്റബിലിറ്റി ഉണ്ടാവില്ല. പിന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. സോ മേക്ക് ഷുവർ ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹാവിങ് വാട്ട് സഫിഷ്യൻറ്റ് മാർക്കറ്റബിലിറ്റി. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ടാക്സ് പ്ലാനിങ്. അതായത് ടാക്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സെമ്മിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ടാക്സ് പ്ലാനിങ്. അതായത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് ടാക്സ് പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ടേക്ക് ദ കേസ്, ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ഹു ആർ ഹാവിങ് ആൻ ഇൻകം വിച്ച് ഈസ് കൗണ്ടഡ് ബൈ ദ ഗവൺമെൻറ് കൗണ്ട് ചെയ്യുന്ന ഒരു ഇൻകം ആണ് എങ്കിൽ നമ്മളൊക്കെ ടാക്സ് അടയ്ക്കേണ്ട ആളുകളാണ്. ആരൊക്കെയാണ് ടാക്സ് അടയ്ക്കേണ്ട ആളുകൾ എന്ന് ഗവൺമെൻറ് പറയുന്നത് വർഷത്തിൽ ഒരു
2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ട് എങ്കിൽ പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഒരു നോർമലി ഒരു 5 lakhൽ കൂടുതൽ ഉണ്ട് എങ്കിൽ യു ഹാവ് ടു പേ ടാക്സ്. ഓക്കെ, അതിന് മുൻപുണ്ട്, ഞാൻ പിന്നെ അതിൻ്റെ ഡിഡക്ഷൻസ് ഒക്കെ കൂടെ കൂട്ടിയിട്ട് അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ normally all people or majority of the people who are having a regular income will be paying a tax. ഓക്കെ, അപ്പോൾ അങ്ങനെ ടാക്സ് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം their investment should give a favorable tax benefits. അവർക്ക് ചില ടാക്സ് ബെനിഫിറ്റ്സ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം. എന്ന് വെച്ചാൽ അവരുടെ കിട്ടുന്ന റിട്ടേൺ ടാക്സ് എക്സംപ്റ്റഡ് ആവുക. ഓക്കെ, അങ്ങനെയുള്ളതായിരിക്കണം. അപ്പം പ്രോഫിറ്റ് കുറച്ച് റിട്ടേൺ കിട്ടി അതിന് പിന്നെയും ടാക്സ് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ ആളുകൾ അത്ര പ്രിഫർ ചെയ്യുന്നതല്ല. സോ നാച്ചുറലി അനദർ ഒബ്ജക്റ്റീവ് മേ ബി ഗെറ്റിംഗ് ഫ്രം ഫേവറബിൾ ടാക്സ് അഡ്വാൻറ്റേജസ്, കുറച്ച് ടാക്സ് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാവാം ഒരു ലക്ഷ്യം. സോ സഫിഷ്യൻറ്റ് ടാക്സ് പ്ലാനിങ് മേ ബി ഡൺ. That may be another objective. Then another thing, appreciation in the value of capital. That is refers to the capital gain, long term capital gain. അപ്രീസിയേഷൻ. ഇപ്പം നല്ല ഒരു ഷെയർ ആണ് എങ്കിൽ നാച്ചുറലി ദർ വിൽ ബി ഇൻക്രീസ് ഇൻ ദ ഷെയർ പ്രൈസ്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഉള്ള ചില ഷെയറുകൾ ഇക്കൊല്ലം ഉള്ള ആ ഷെയറിൻ്റെ വില കഴിഞ്ഞ ഒരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഓക്സിജൻ സപ്ലൈ കമ്പനികളുടെയൊക്കെ ഷെയറിൽ ഉണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ ഇൻക്രീസ്. അപ്പോൾ അങ്ങനെ ചില മെഡിക്കൽ കമ്പനികളുടെ ഇതിലൊക്കെ capital gain നല്ലോണം ഉണ്ട്. മീൻസ് അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ മീൻസ് ദാറ്റ് അപ്രീസിയേഷൻ ഇൻ ദ ഷെയർ പ്രൈസ്, ഷെയറിൻ്റെ വില കൂടുക. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഷെയറുകളും അപ്രിഷ്യേറ്റ് ചെയ്ത് എങ്ങനെ ആകണം എന്നുള്ളത്, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഒബ്ജക്റ്റീവ്സും കൂടെ ഉൾപ്പെടുന്നതാവണം എന്നില്ല. നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് മാത്രം വെച്ചുകൊണ്ടുള്ളതാവില്ല ഒരു പോർട്ട്ഫോളിയോയും. പല പല ഒബ്ജക്റ്റീവുകൾ ഉണ്ടായേക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു മോഡറേറ്റ്ലി അഗ്രസീവ് പോർട്ട്ഫോളിയോ പറഞ്ഞല്ലോ. സോ എ പോർട്ട്ഫോളിയോ മേ ബി എ മിക്സ് ഓഫ് ഓൾ ദീസ് തിങ്സ്. സം ഓഫ് ദം വിൽ ബി പ്രൊവൈഡിങ് സം ടാക്സ് ബെനിഫിറ്റ്, സം ഓഫ് ദം മേ ബി ഗിവിങ് ഗുഡ് അപ്രീസിയേഷൻ, ചിലത് നല്ല ഡിവിഡൻഡ് അല്ലെങ്കിൽ ഒരു കറണ്ട് ഇൻകം തരുന്നതാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഒരു നല്ല എന്തെന്ന് പറയുന്നത് റിട്ടേൺ, നല്ല ഒരു പിന്നെ പോർട്ട്ഫോളിയോ എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പോൾ അപ്രീസിയേഷൻ എന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം ജസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പർച്ചേസ് പ്രൈസ് ആൻഡ് ദ സെല്ലിംഗ് പ്രൈസ്. So it should be increasing, the price should be increasing. So naturally, normally there will be a moderate increase in the price in order to beat the inflation. Inflation beat ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ ആയാലും ഉണ്ടാകും. പക്ഷെ അത് കൂടാതെ അതിനേക്കാളും നല്ല അപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരിക. സോ അപ്രിസിയേഷൻ ഇൻ ദ ക്യാപിറ്റൽ മേ ബി ആൻ ഒബ്ജക്റ്റീവ്. അനദർ തിങ്, ലിക്വിഡിറ്റി ഈസ് സംതിങ് വിച്ച് ഈസ് ഓൾമോസ്റ്റ് റിലേറ്റഡ് വിത്ത് ദ മാർക്കറ്റബിലിറ്റി. What do you mean by liquidity? Liquidity means ability to produce cash whenever ഓൺ ഡിമാൻഡ്, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ക്യാഷ് ഓൺ ഡിമാൻഡ്. എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത് ആ സമയത്ത് ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ദാറ്റ് പോർട്ട്ഫോളിയോ ഷുഡ് ഹാവ് ദ ലിക്വിഡിറ്റി. ദാറ്റ് മീൻസ് ഇഫ് ആൻ എമർജൻസി ഹാപ്പൻസ്, ഇഫ് സം ഇമ്മീഡിയറ്റ്ലി ദ ഇൻവെസ്റ്റർ ഈസ് ഇൻ നീഡ് ഓഫ് സം മണി, കുറച്ച് പൈസ ആവശ്യമുണ്ട്. സോ he should be able to sell his shares without any loss of time, without any loss of money. പൈസയോ ധനനഷ്ടമോ കൂടാതെ അയാളുടെ കയ്യിലുള്ള പൈസ, അയാളുടെ കയ്യിലുള്ള ഷെയറുകൾ അല്ലെങ്കിൽ അയാളുടെ പോർട്ട്ഫോളിയോ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതാവണം. ഇറ്റ് ഷുഡ് ഹാവ് ലിക്വിഡിറ്റി ഹാവ് സം റിലേഷൻ വിത്ത് മാർക്കറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും തമ്മിൽ എന്താ പറയുക, ഹാവ് സം കണക്ഷൻസ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് സേഫ്റ്റി. നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് സേഫ്റ്റി ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ഇറക്കുന്ന പൈസ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം. പിന്നെയാണ് നമ്മൾ ലാഭത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് വിച്ച് ഈസ് ഇൻവെസ്റ്റഡ് ഈസ് സേഫ്. ഓക്കെ, ഈ സേഫ്റ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളും വരികയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം സേഫ്റ്റിയാണ്. ആ സേഫ്റ്റിക്ക് ശേഷം നമ്മൾ ഈ പറഞ്ഞ മറ്റ് ഒബ്ജക്റ്റീവ്സ് ലൈക്ക് ലിക്വിഡിറ്റി, മാർക്കറ്റബിലിറ്റി, ടാക്സ് പ്ലാനിങ്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ഈ കറണ്ട് ഇൻകം, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു റെഗുലർ ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. ഓക്കെ,
പിന്നെ എപ്പോഴും നമ്മൾ ഏതൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോഴും മനസ്സിലാക്കുക, ഒരിക്കലും പോർട്ട്ഫോളിയോയിൽ റിസ്ക് ഇല്ലാതെ ഒരിക്കലും നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ റിസ്ക്കും റിട്ടേണും ഇറ്റ് ഈസ് കോറിലേറ്റഡ് ഓർ പോസിറ്റീവ്ലി റിലേറ്റഡ്. ഇഫ് റിസ്ക് ഈസ് ഹയർ, റിട്ടേൺ വിൽ ഓൾസോ ഹൈ. ഇഫ് റിസ്ക് ഈസ് ലോവർ, റിട്ടേൺ വിൽ ഓൾസോ ലോവർ. റിസ്ക് റിട്ടേണും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ലീനിയർ റിലേഷൻഷിപ്പാണ് എന്ന് നമുക്ക് പറയാം. അതായത് റിസ്ക് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് റിട്ടേണും കൂടുതൽ കിട്ടുള്ളൂ. സോ ദ ഒബ്ജക്റ്റീവ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഈസ്, നമ്മൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ നടത്തിയിട്ട് വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ആർ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ പോർട്ട്ഫോളിയോ ഈസ് ഹാവിങ് ഓൺലി എ റീസണബിൾ ഓർ റേറ്റ് ഓഫ് റിസ്ക്, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ്ലി കുറഞ്ഞ റിസ്കിൽ, ഒരു റീസണബിൾ റിസ്കിൽ ഒരു ഹൈ ലെവൽ ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് നമ്മൾ മുൻപ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞത്. എ പോർട്ട്ഫോളിയോ വിച്ച് പ്രൊവൈഡ് ഹയസ്റ്റ് റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്, or those portfolios which are dominating other portfolios either in terms of higher return or in terms of lower risk. കുറഞ്ഞ റിസ്ക് കൊണ്ടോ കൂടുതൽ റിട്ടേൺ കൊണ്ടോ മറ്റുള്ള പോർട്ട്ഫോളിയോകളെ ഡോമിനേറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോസിനെയാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പണം ഇറക്കുന്ന പോർട്ട്ഫോളിയോസ് ഒക്കെ എഫിഷ്യൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ഹൈ റിട്ടേൺ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഭാഗം ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ഗുഡ്. ഇനി നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്കോപ്പാണ്. സ്കോപ്പ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. ഒരു 4-5 പോയിൻ്റേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഒരു സ്കോപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു, ദാറ്റ് ഈസ് ദ സ്കോപ്പ്. ഓക്കെ, വാട്ട് ആർ ദ ഓപ്പറേഷൻസ് ഇൻക്ലൂഡഡ് ഇൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, പോർട്ട്ഫോളിയോയെ നമ്മൾ എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് മോണിറ്ററിങ് ദ പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ. മോണിറ്ററിങ് ദ പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ. ദാറ്റ് മീൻസ് നമ്മൾ ഇന്നുണ്ടാക്കിയ ഒരു പോർട്ട്ഫോളിയോ എല്ലാ കാലവും മികച്ചതായിട്ടിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. സോ പീരിയോഡിക്കലി, അതായത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയ പോർട്ട്ഫോളിയോ ഇന്നത്തെ സാഹചര്യത്തിലാണ് ബെസ്റ്റ്. നാളെ ഇതേ സാഹചര്യം ഉണ്ടാകില്ല, നാളെ ഈ സാഹചര്യം മാറാം. സോ ഇഫ് ദ സിറ്റുവേഷൻ ചേഞ്ചസ്, ദ പോർട്ട്ഫോളിയോ ഓൾസോ ചേഞ്ചസ്. സിറ്റുവേഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോയും മാറിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മാർക്കറ്റിൽ വരുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ച്, മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ചേഞ്ചസ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ്, we should monitor the performance of the portfolio. So we have to incorporate the changes that are happening in the latest market condition. ഏറ്റവും വലിയ മാർക്കറ്റ് കണ്ടീഷനിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണോ അതെല്ലാം കൂടെ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് മോണിറ്ററിങ് ദ പെർഫോമൻസ് ഓഫ് പോർട്ട്ഫോളിയോ ബൈ ഇൻകോർപ്പറേറ്റിംഗ് ദ ലേറ്റസ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ സെക്യൂരിറ്റികൾ വരികയോ പുതിയ പോർട്ട്ഫോളിയോസ്, കൂടുതൽ എഫിഷ്യൻ്റായ പോർട്ട്ഫോളിയോസ് ഉണ്ടാവുകയോ, ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്ത ചില നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള ഷെയറുകൾ മാർക്കറ്റിൽ നിന്ന് പുറന്തള്ളപ്പെടുകയോ ഒക്കെ ഉണ്ടാകാം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ചേഞ്ചസ് ഇൻ ദ മാർക്കറ്റ് കണ്ടീഷൻ, യു ലുക്ക് ഇൻ ടു ദ പെർഫോമൻസ് ഓഫ് ദ പോർട്ട്ഫോളിയോ, യു ഇവാലുവേറ്റ് ദ പെർഫോമൻസ്, വെദർ ദ പോർട്ട്ഫോളിയോ ഈസ് ഡൂയിങ് വെൽ. ഓക്കെ, നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യുന്നുണ്ടോ അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ. അതിൽ സ്കോപ്പിൽ വരുന്ന ഒരു കാര്യം അതാണ്, ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, മോണിറ്റർ ചെയ്യുക. അടുത്തത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രെയിൻസ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ്സ് അത് നോക്കുക, ശ്രദ്ധിച്ചു വയ്ക്കുക. ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ്സ്, ദ ഒബ്ജക്റ്റീവ്സ്, ഇൻവെസ്റ്ററുടെ 3 കാര്യങ്ങൾ: ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രെയിൻസ്, പ്രിഫറൻസ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ ലക്ഷ്യങ്ങളാവണമെന്നില്ല. ഈച്ച് ഇൻവെസ്റ്റർ വിൽ ബി ഹാവിങ് എ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്. ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങളാകാം. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പം ഒരു എന്താ പറയുക, ഒരു 10 ഇയറിനേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, 10 ഇയറിന് ശേഷം കിട്ടേണ്ട ഒരു പൈസ ആകാം. മകൻ്റെ വിദ്യാഭ്യാസം, മകളുടെ കല്യാണം,
അല്ലെങ്കിൽ മകളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ പിന്നെ മകളുടെയോ മകൻ്റെയോ വിദ്യാഭ്യാസം, അത് പറഞ്ഞു. പിന്നെ വീട് വയ്ക്കുക, സ്ഥലം വാങ്ങുക, അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് സ്വർണം വാങ്ങുക, അങ്ങനെയുള്ള പല ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകാം. അപ്പോൾ എന്താണ് ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും, ഓരോ ഇൻവെസ്റ്ററുടെ ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണോ നമ്മുടെ പോർട്ട്ഫോളിയോ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുമ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതേപോലെ കൺസ്ട്രെയിൻസ്, ഇയാൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാകാം. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പരമാവധി മാസം ഇത്ര രൂപയെ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇയാൾക്ക് ഇതാണ് അയാളുടെ ജോലി, അല്ലെങ്കിൽ അപ്പോൾ ആ ജോലിയിൽ അയാൾക്ക് ഇത്ര രൂപ വരെ മാസം ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം അല്ലെങ്കിൽ അയാളുടെ ഒരു നേച്ചർ ഓഫ് ജോബ് കൊണ്ട് അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും പൈസ വിഡ്രോ ചെയ്യേണ്ടി വന്നേക്കാം. സോ യു ഐഡൻറ്റിഫൈ ദ കൺസ്ട്രെയിൻസ് ഓഫ് ദ ഇൻവെസ്റ്റർ. ഓക്കെ. പ്രിഫറൻസസ്, ഓരോ ആളുകൾക്കും ഓരോരോ താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും റിസ്ക് ടോളറൻസ് ലെവല് വ്യത്യസ്തമാണ്. റിസ്ക് ടോളറൻസ് ലെവലിൽ അനുസരിച്ചിട്ടായിരിക്കും ചിലർ ഒരു സ്റ്റേബിൾ കറണ്ട് ഇൻകം വേണമെന്ന് പറയുക, ചിലർ ഒരു ലോങ് ടേം റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യുക, ചിലരൊരു ഇൻ ബിറ്റ്വീൻ ടു റിസ്ക് അവേഴ്സ് ആയിരിക്കും. റിസ്ക് എടുക്കാൻ റിസ്ക് ലവേഴ്സ് അല്ല, റിസ്ക് അവേഴ്സ്, അവെയർ ഓഫ് റിസ്ക്. ഓക്കെ, കൂടുതലായിട്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഒരു മോഡറേറ്റ് റിസ്ക് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രിഫറൻസുകൾ ഉണ്ടാവും. സോ യു ലുക്ക് ഇൻ ടു ദീസ് തിങ്സ്. അതായത് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, പോർട്ട്ഫോളിയോ നമ്മൾ ഫോം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആർക്ക് വേണ്ടിയാണോ നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്, ആ ആളാണ് ഇൻവെസ്റ്റർ. അയാളുടെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക, അയാൾക്കുള്ള കൺസ്ട്രെയിൻസ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുക. ഓൾസോ ലുക്ക് ഇൻ ടു ദ പ്രിഫറൻസസ് ദാറ്റ് ഹി ഓർ ഷീ ഈസ് ഹാവിങ്. അതാണ് അടുത്ത സ്കോപ്പിൽ വരുന്ന അടുത്ത പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, മൂന്നാമത്തേത്, ഇവാലുവേഷൻ ഓഫ് പോർട്ട്ഫോളിയോ. ഇവാലുവേഷൻ. ഈ ഇവാലുവേഷൻ എന്ന് പറയുന്നത്, വാട്ട് യു മീൻ ബൈ ഇവാലുവേഷൻ? ഇപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി, നമ്മൾ കാത്തു നിന്നു കുറച്ച് കാലത്തേക്ക്, ദെൻ അതിനെ നമ്മളൊന്ന് വിലയിരുത്തണം. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ശരിയായിരുന്നോ, നമ്മളെടുത്ത തീരുമാനം ശരിയായിരുന്നോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. സോ വാട്ട് വി ക്യാൻ ഡു ദാറ്റ്? We can go for what? The portfolio evaluation. So what do you mean by evaluation? Portfolio evaluation എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് evaluating the performance of portfolio in terms of the or in by comparing it with the returns earned on a ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ. ഇപ്പോൾ നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ റിട്ടേൺ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി പറയുന്നു, പിന്നെ അയാൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ ഒരു 70% മാർക്ക് കിട്ടിയത് എന്ന് പറയുന്നു. അപ്പോൾ 70% മാത്രമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, കുഴപ്പമില്ല, ദിസ് ഈസ് ഗുഡ്, ഓക്കെ, ആവറേജ് ആണ്, കുഴപ്പമില്ല എന്നുള്ള വാക്കാണ് നമ്മൾ പറയുക, അല്ലേ? കാരണം നമുക്ക് അവിടെ കമ്പയർ ചെയ്യാൻ വേറെ ഒന്നുമില്ല. പക്ഷേ അതേസമയം വി കെയിം ടു നോ ദാറ്റ് ലേറ്റർ. നമ്മൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കുന്നു, നിങ്ങൾക്ക് +2 എത്ര മാർക്ക് ഉണ്ടായിരുന്നു? +2 എനിക്ക് 98% ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? യു വിൽ കമ്പയർ ദിസ് 70% വിത്ത് ദ 98%. +2 98% വാങ്ങിച്ചൊരു കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് 70% വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആ കുട്ടി ഉഴപ്പാൻ തുടങ്ങിയതാണ്. ക്ലിയർ? സോ അങ്ങനെയുള്ളൊരു കുട്ടി മിനിമം ഒരു 80-85% എങ്കിലും വാങ്ങാൻ കോമ്പീറ്റൻ്റ് ആണ്. ക്ലിയർ? അതുപോലെയാണ് പോർട്ട്ഫോളിയോയും നമ്മൾ ഉണ്ടാക്കുക. അതുപോലെ ഒരു ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ. ഈ ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. സാധാരണഗതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഇൻഡെക്സിൽ എത്ര മാറ്റമുണ്ടായി എന്ന് നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡെക്സിൻ്റെ പോയിന്റ് ഇപ്രാവശ്യം ഇൻഡെക്സ് ഒരു 50,000-50,000 മേലേക്ക് വന്നു. കഴിഞ്ഞ വർഷം പിന്നെ ഇതൊരു 40,000-ലായിരുന്നു സെൻസെക്സ് ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ സെൻസെക്സ് 40,000 ആയിരുന്നു, ഇപ്പോൾ അത് 50,000 ആയി. അപ്പോൾ ദർ ഇസ് എ ചേഞ്ച്. അപ്പോൾ ആ പോർട്ട്ഫോളിയോയിൽ അല്ലെങ്കിൽ സെൻസെക്സിൽ ഉണ്ടായിരിക്കുന്ന റിട്ടേൺ ഒരു 20% റിട്ടേൺ ആണ് സെൻസെക്സ് പ്രൊവൈഡ് ചെയ്തതെന്ന് വിചാരിക്കുക. മിനിമം ആ റിട്ടേണെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ? ഇതാണ് നമ്മൾ അനലൈസിങ് ദ പോർട്ട്ഫോളിയോ വിത്ത് എ ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. വേറൊരു ഏകത ഉണ്ടാകും, വേറൊന്ന് കമ്പയർ താരതമ്യം ചെയ്യാൻ ഒരു സാധനം അവിടെ ഉണ്ടാകും. അതുമായിട്ട് താരതമ്യം
ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് ഇവിടെ മേക്കിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പോർട്ട്ഫോളിയോ ബൈ കമ്പയറിങ് വിത്ത് ടാർഗറ്റ്സ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. നമ്മളുടെ ലക്ഷ്യങ്ങളും ആയിട്ട് കമ്പയർ ചെയ്യുക, നമ്മൾ എത്രത്തോളം നേടിയെന്ന് നോക്കുക, ആ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഇതാവാം. ഇല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് പോർട്ട്ഫോളിയോ ആയിട്ട് കമ്പയർ ചെയ്യുക, മിനിമം അത്രയെങ്കിലും റിട്ടേൺ ഉണ്ടാക്കിയെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ അടുത്തത് റിവിഷൻ, മേക്കിംഗ് റിവിഷൻ ഓഫ് പോർട്ട്ഫോളിയോ. റിവിഷൻ ഓഫ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോർട്ട്ഫോളിയോ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദ ഇവാലുവേഷൻ റിവീൽസ് ദാറ്റ് ദ പോർട്ട്ഫോളിയോ ഹാസ് നോട്ട് പെർഫോംഡ് വെൽ. പോർട്ട്ഫോളിയോ നല്ല രീതിയിലല്ല പെർഫോം ചെയ്തതെന്ന് റിവീൽ ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. സോ വാട്ട് വിൽ ഹാപ്പൻ? വി ഹാവ് ടു നിർമ്മിക്കണം, അല്ലെങ്കിൽ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യണം. We will sell off some shares which are not profitable. നല്ല പ്രോഫിറ്റബിൾ അല്ലാത്ത ഷെയർസ് നമ്മൾ വിൽക്കും. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷെയർസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, സോ യു മേക്ക് ആൻ ഇവാലുവേഷൻ ഓഫ് ദ പോർട്ട്ഫോളിയോ. ദെൻ in that evaluation you will identify what are the weak shares, weak things in the portfolio. വീക്കായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും, അത് റിവൈസ് ചെയ്യുക. അപ്പോൾ ആ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വീക്കായിട്ടുള്ളതൊക്കെ ഒഴിവാക്കുക. പിന്നെ ചിലപ്പോൾ മാർക്കറ്റിൽ നല്ല റിട്ടേൺ ഉണ്ടാക്കിയ ചില ഷെയർസ് ഉണ്ടാകും, ആ ഷെയർസ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുക. അതിനെയാണ് റിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവിഷൻ ഓഫ് പോർട്ട്ഫോളിയോ റിവിഷൻ. അടുത്തത് ലാസ്റ്റ് പോയിന്റ്, implementation of the strategies in tune with the investment objectives. Implementation of the strategies in tune with the investment objectives. അത് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഓരോരോ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ആ ഒബ്ജക്റ്റീവ്സിന് അനുസൃതമായ രീതിയിൽ നമ്മളുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് യു ക്രിയേറ്റ് എ ഗുഡ് പോർട്ട്ഫോളിയോ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ ഫ്രം സ്കോപ്പ് ഓഫ് പോർട്ട്ഫോളിയോ. സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരുമിച്ചായിരിക്കും വരിക. എഴുതുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് എഴുതുന്നതാണ് കൂടുതൽ നല്ലത്, കാരണം ദേ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. പറഞ്ഞത് മനസ്സിലായോ? ഈ ടോപ്പിക്ക് സ്കോപ്പ് ക്ലിയർ ആണോ? യെസ്, ഇനി നമുക്ക് പറയാനുള്ളത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സാണ്. പോർട്ട്ഫോളിയോ അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ സ്റ്റേജുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോർട്ട്ഫോളിയോ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു 6-7 സ്റ്റെപ്പുകളുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. 12:15 നിങ്ങൾ നമ്പർ എടുക്കും. നമ്പർ എടുത്തിട്ട് നമുക്ക് പിരിയാം. ഓക്കെ, നമ്പർ 1 to 5 ടൈപ്പ് ചെയ്തോളൂ. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5. ഓക്കെ, 5, 4, 1, 2, 3 ഇവിടെ 6 മുതൽ 10 വരെ. 1, ഓക്കെ, 2, 6 മുതൽ 10 വരെ. 6, 7, 8 എവിടെ? 8, 9, 10, 15 വരെ. 11, ഓക്കെ, 12, 13, ഓക്കെ, 14, 15, 12, 20 വരെയുള്ള നമ്പേഴ്സ് പറയൂ. 16, 17,
Okay, good. 21 to 25. 21, 22, 23 എടെ 24, 25, 26 മുതൽ 30 വരെ. 26, 27, 28, 29, 30, 35 വരെയുള്ളവ. 31, 32, 33, 34, 35, okay. 33 and 34. Okay. 40 വരെയുള്ളവർ. 40, 40. 36, 38, okay. 36, okay. 37, 39, 40, 45 വരെയുള്ളവർ. 41, 42, 43, 44, 45, 41 ഇല്ല അല്ലേ. ഇനി 50 വരെയുള്ളവർ. 46, 47, 48, 49, 50, 53 വരെ. 51, 52, 53. Okay. Absent is number 2, 10, 12, 23, 41, 45. Number 2, 10, 12, 23, 41, 45. 2, 10, 12, 23, 41, 45. സജേഷേ. ഓക്കെ എന്നല്ലേ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.